ഹായ് എല്ലാവർക്കും എസ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വന്ന് ഓണം സീരീസിലെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ കുറച്ച് ആഡംബരമായിട്ട് ഫൗണ്ടേഷനും കൺസീലറും അതൊക്കെ ഇട്ട് ഫുൾ മേക്കപ്പ് ആയിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ട് അതുപോലെ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സാധാരണ ഓണത്തിന് മേക്കപ്പ് ചെയ്യാറില്ല. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണയായിട്ട് പൗഡറും അങ്ങനെയൊക്കെ പൗഡറും കരിയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓണത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്തിട്ട് എപ്പോഴും ഇടാണ്ട് എന്താണ് മോയ്സ്ചറൈസറാണ്. സോ നമ്മളൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അത്രയ്ക്കും സ്കിന്നിന് ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ളത് പ്രോഡക്ട്സ് ഉള്ളിലിറങ്ങാതെ ഇരിക്കും. അതിന് കൂടുതൽ നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മോയ്സ്ചറൈസർ എന്തായാലും ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉള്ള വീഡിയോസിലെല്ലാം കാണിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. സാധാരണ ഞാൻ മേക്കപ്പിൽ കഴുത്തിലിടുന്നത് കാണിക്കാറില്ല. കാരണം എൻ്റെ തുണിയിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ഏത് ഇടുമ്പോഴും കഴുത്തിലും കൂടെ പരിഗണിക്കണം, കഴുത്തിനെയും കൂടെ. അല്ലെങ്കിൽ മുഖം ഒരു കളറിലും കഴുത്തൊരു കളറിലുമായിട്ടൊക്കെ ഇരിക്കും. സോ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ് മിനിമലിസ്റ്റിൻ്റെ. കാരണം റിവ്യൂസ് നോക്കിയും ഒരു വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ട് ഇതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ നല്ലതായിട്ട് സൺ ടേൺ കൂടുതൽ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ വാങ്ങിച്ചത്. സോ സൺസ്ക്രീൻ നമ്മൾ മോർണിംഗ് സമയത്താണ് എവിടെയെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടോ, മേക്കപ്പല്ല നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടാൻ നോക്കുക. ഞാനിപ്പോൾ ഈ 1 വർഷം കൊണ്ടൊക്കെയാണ് ഈ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ സംഭവം വാങ്ങിച്ചാൽ പോലും ഇടാൻ മടിയായിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പുറത്തോട്ട് പോകുമ്പോഴുള്ള മേക്കപ്പ് നോക്കിയാൽ കൺസീലർ ഇടും. അപ്പോൾ കൺസീലർ കണ്ണിൻ്റെ അവിടെ മാത്രം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന് ഞാൻ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും ഇടുന്നില്ല. സോ ജസ്റ്റ് നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, പൗഡർ എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ സാധാരണ പോൺസിൻ്റെ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ സെറ്റിംഗ് പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇതിൽ നമ്മുടെ സാധാ പൗഡർ യൂസ് ചെയ്തുള്ള മേക്കപ്പ് മതി. അപ്പോൾ അത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് നല്ല മണമുണ്ട്. സെറ്റിംഗ് പൗഡറൊക്കെ എടുത്തിട്ട് തട്ടിക്കളഞ്ഞ് ഇത്തിരി മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇത് മിക്കവാറും ജോക്കറിനെ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മുടി വന്നിട്ട് ഞാൻ എല്ലാ ഓണം മേക്കപ്പ് വീഡിയോസ് ഇടുന്നതിലും സ്ട്രൈറ്റണിങ്ങോ കേളിങ്ങോ ഒക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഇരുന്ന് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അത് പഴയ പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിലിപ്പം കൂടുതലുമാണ്, മുടി പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മൾ ഈ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗുണം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ വീഡിയോയിൽ ഒരു അംശം പോലും സ്ട്രൈറ്റണിങ് ചെയ്തിട്ടുള്ളതായിട്ടോ ഒന്നും അറിയുന്നുമില്ല. മുടിയെല്ലാം ഇങ്ങനെ പിരിപിരിപിരിപ്പിരാന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ ബാക്കിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റനിങ് ചെയ്യുന്നു, കർലിങ് ചെയ്യുന്നു. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുക ചുമ്മാ നമ്മൾ വീട്ടിൽ ഉറക്കം എണീറ്റ് വന്ന് ഇരിക്കുന്നത് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് ഈ ഐബ്രോ ഫിൽ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ എപ്പോഴും നമ്മൾ ഇതിന് അത്യാവശ്യത്തിന് പുറത്ത് പോകുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ ഐബ്രോ ഫിൽ ചെയ്തെടുക്കാറുണ്ട്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ അത് മാത്രം ചെയ്യാറുണ്ട്. അത് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്, കുറച്ചൊരു ഡാർക്കറായിട്ട് നല്ല ഷേപ്പായിട്ട് എടുക്കുന്നത്. അപ്പോൾ
അതിന് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ ഇതാണ് എടുക്കുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ വേറെ കളറില്ല, ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ഐബ്രോ കിറ്റ് ഇത് വന്നിട്ട് അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നമുക്ക് ഇടാൻ ഈസിയാണ്. ഇതിലൊരു മിററുണ്ട്, അങ്ങനെ നമുക്ക് എപ്പോഴും ഇത് ക്യാരി ചെയ്ത് എവിടെ വെച്ച് വേണോ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ജെൽ ഐലൈനറുണ്ട്. സോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിലും പിന്നെ ഒരു സ്പ്യൂളിയുടെ ആവശ്യമുണ്ട്, അത് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കട്ട് ചെയ്തതെല്ലാം മുടി വളർന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ വരച്ച് വയ്ക്കും, ഫ്രണ്ടിൽ ഇത്തിരി ഒന്ന് വരയ്ക്കും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് ഈ ടിപ്പുണ്ടല്ലോ, ആ ടിപ്പിനെ ഇങ്ങനെ കോതും വെച്ചിട്ട് ഇങ്ങനെ ഹെയറിലോട്ട് ഇങ്ങനെ കോതും. അല്ലാതെ മുകളിലും താഴെയും ഇങ്ങനെ വരച്ച് നമ്മൾ കറക്റ്റാக ഒന്ന് വരച്ചെന്നുള്ള രീതിയിലാക്കി വെക്കില്ല. ഇങ്ങനെ ഒന്ന് കോതും, ഇപ്പം എല്ലാം ശരിയാവും. ഈ ഒരു സ്പ്യൂള് യൂസ് ചെയ്തിട്ട് മുകളിലോട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തില്ല, അത് വന്നിട്ട് ഫുള്ളായിട്ട് ഹെയറിലായി ഇങ്ങനെ പോവും. അപ്പോൾ നമ്മൾ ഈ വരച്ചു എന്നുള്ളൊരു ഫീല് തോന്നില്ല. അടുത്ത് നമുക്ക് കണ്ണെഴുതാം. നമ്മൾ ആസ് യൂഷ്വൽ എന്ത് മേക്കപ്പാണ് നമ്മൾ സാധാരണ ഐലൈനർ വരയ്ക്കുമല്ലോ, കണ്ണെഴുതും. സോ അതുപോലെ കണ്ണെഴുതി കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് മുകളിലുള്ള ലാഷസിൻ്റെ അവിടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ട് കൈയും വെച്ച് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുത്താലായിരിക്കും കുറച്ചുകൂടെ ഈസി. ഐലൈനർ വരച്ചു കൊടുക്കുന്നതൊക്കെ കണ്ട കോമഡിയാണ്. ബിക്കോസ് മറ്റ് മേക്കപ്പ് വീഡിയോസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഐലൈനർ ഇടുന്നത് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ കാണിക്കാറില്ല. എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂക്ഷിച്ചാണ് ഞാൻ ഇടാറ്. ഇത്രയും മേക്കപ്പ് ചെയ്തിട്ട് ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഐലൈനർ എടുത്ത് വരയ്ക്കുമ്പോൾ അങ്ങ് തെറ്റിപ്പോയാൽ പിന്നെ അതിനെ മാച്ച് ചെയ്തത് അത്രയും വെറുതെ ആകും. നമ്മളെപ്പോഴും കാജൽ യൂസ് ചെയ്ത് ഇങ്ങനെ ഐലൈനർ വരച്ചാലും ഇവിടുത്തെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇന്നർ കോർണറിൻ്റെ ആ ഒരു കണക്ട് ചെയ്തിരിക്കണേ. കണക്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു കുറച്ചുകൂടെ ഒരു കണ്ണിന് വലിപ്പവും ഒരു കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്നത്. മസ്കാര ഒരു ടിപ്പ് പറഞ്ഞുതരാം. മസ്കാര നമ്മളുടെ മുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവുന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഹാക്സിൽ കണ്ടിട്ടുള്ളതാണ്, ഹാക്സായിട്ട് ചെയ്യാം. ഒരു പേപ്പറോ എന്തെങ്കിലും ടാപ്പ് നമ്മൾ ഒട്ടിച്ചിട്ട് ഇത് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ മുകളിലോട്ട് വച്ചിട്ട് ഈ മസ്കാര ഇട്ട് കൊടുത്താൽ ആ ടിഷ്യൂ പേപ്പറിലേ ആവത്തുള്ളൂ. അതുപോലെ ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസ്കാര ആയെന്ന് വെച്ചാലും ഡ്രൈ ആയതിന് ശേഷം മാറ്റിയാൽ മതി. അപ്പോഴതിങ്ങനെ ഇളകി എന്ന് വെച്ചാൽ ഡ്രൈ ആവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നോളും, തുടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഉണങ്ങി നമുക്ക് കയ്യിലിങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഐ മേക്കപ്പ് മാത്രമല്ല, നമ്മുടെ മേക്കപ്പ് ഇത്രയും തന്നെയാണ്. പിന്നെ ഞാനൊരു ടിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ടിൻ ഇറ്റ് അപ്പ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ വൈറ്റായിട്ടുള്ളവർക്കാണ് കറക്റ്റ് ആവുന്നത്. എനിക്ക് കുറച്ചൊരു റെഡ് കളർ, അതിൽ വേറെ ഷെയ്ഡ്സ് ഉണ്ട്, ഞാനിത് പറയാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ മാച്ചിങ് ആവുന്നത്. എന്തായാലും ഞാൻ ഇതിൽ ഈ ഒരു ഇതൊരു ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചീക്സിലായിട്ട്. കുറച്ച് വാം സ്കിൻ ടോൺ, കുറച്ചുകൂടെ ഈ ഒരു സ്കിൻ ടോണ്, ഡാർക്കർ സ്കിൻ ടോണിന് ഈ ഒരു ഷെയ്ഡ് അത്ര ഇട്ടാലേ അറിയില്ല. ഈ ഒരു രീതിയിൽ നമുക്കൊരു ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള വൈറ്റ്സിൻ്റെ കുറച്ചുകൂടെ ഷെയ്ഡ് വൈറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ഇട്ടത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എനിക്കിത് അത്രയ്ക്കൊന്നും അറിയുന്നില്ല, ബട്ട് കുഴപ്പമില്ല എന്നായതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത്. കുറച്ചൊന്ന് അടുത്ത് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. സോ ഇത് മാച്ച് ആവുന്നുണ്ടോ എന്തോ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് ഞാനൊരു പൊട്ടും കൂടെ വച്ചു കൊടുക്കാൻ പോവാണ്.
ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ഗ്രീൻ കളർ ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഒരു പൊട്ട് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും നമുക്ക് അത് തന്നെ വെച്ച് കൊടുക്കാം. എനിക്ക് പക്ഷേ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന മേക്കപ്പ് എനിക്കിത് തന്നെയാണ്. കാരണം നമുക്ക് ഒലിച്ചു പോകുന്നുണ്ടെന്നുള്ള ഒരു പേടി വേണ്ട. ഫൗണ്ടേഷൻ ഷെയ്ഡ് ചിലപ്പോൾ കുറച്ച് ഒരു ഇൻസെക്യൂർ ആയിരിക്കും. നമ്മൾ മറ്റേ മേക്കപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ മേ ബി ഞാൻ കറുത്തിരിക്കുന്നുണ്ടോ, ഡള്ളായിരിക്കുന്നുണ്ടോ, മേക്കപ്പ് ഇവിടെ മാസ്ക് വെച്ചിട്ട് ഇവിടെയുള്ള മേക്കപ്പ് പോയോ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതിനേക്കാളും ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് പോയാൽ ഇപ്പോൾ ഇവിടെ ഒരു പൗഡറിൻ്റെ കോട്ടിങ് മാത്രമേ ഉള്ളൂ. അത് പോയാലും പ്രശ്നമൊന്നുമില്ല, കാരണം അത് പോവും, പൗഡറല്ലേ, അത്ര ലാസ്റ്റിംഗ് ആയിരിക്കില്ല. എന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്കിൻ ടോണെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. ജസ്റ്റ് കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്സോ ആക്നീയുടെ അതൊക്കെ ഉണ്ടായിരിക്കും. മറ്റേതെന്ന് പറയുമ്പം മേ ബി ഫൗണ്ടേഷൻ്റെയൊക്കെ ഷെയ്ഡ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിനേക്കാളും ഒരു ദയനീയ അവസ്ഥയിലായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ മാറുന്നത്. നമ്മൾ കാരണം ഷെയ്ഡ് കറക്റ്റായി ഓക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്താൽ നന്നായിട്ട് തന്നെ ഇരിക്കും. സോ ഈ ഒരു മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ വീഡിയോ ഞാൻ എന്ന് എഡിറ്റ് ചെയ്ത് ഇടുമെന്ന് എനിക്കറിയില്ല. മേ ബി ഓണത്തിന് മുമ്പേ ഇട്ടാൽ അഡ്വാൻസ് ഹാപ്പി ഓണം, ഓണത്തിൻ്റെ അപ്പോഴാണെങ്കിൽ ഹാപ്പി ഓണം. അതിന് ശേഷം ഇടില്ല എന്ന് വിശ്വസിക്കാം. എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എഡിറ്റ് ചെയ്തിടും. അപ്പോൾ ഞാൻ പച്ച കളർ കുപ്പിയോളയാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു പച്ച കളർ ഡ്രസ്സിന് ഈ ഒരു കമ്മൽ വന്നിട്ട് ലുലു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. ട്രിവാൻഡ്രം ലുലു മാൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ. അതൊന്നും പറയാനില്ല. എല്ലാവരും സന്തോഷത്തോടെ ഒരു അസുഖങ്ങളൊന്നും വരാതെ ഹാപ്പി ആയിട്ട് ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.